ഹായ് ഹലോ മക്കളെ, വെൽക്കം ടു Xylem ലേണിംഗ്. ഇറ്റ്സ് മീ അക്ഷയ്, നിങ്ങളുടെ ബയോളജി ഫാക്കൽറ്റി ആണ്. സോ അക്ഷയ് സാറ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മുടെ ബയോളജി 8ാം ക്ലാസ്സിലെ ബയോളജിയിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയ, എന്താണ് ചാപ്റ്ററിന്റെ പേര് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സെല്ല് ക്ലസ്റ്റേഴ്സ് അല്ലെ. സെൽ ക്ലസ്റ്റേഴ്സ്, കോശ ജാലങ്ങൾ എന്ന ചാപ്റ്ററിന്റെ ചെറിയൊരു കോണ്ടന്റുമായിട്ടാണ് അക്ഷയ് സാർ ഇന്ന് വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും മക്കളെ, പരീക്ഷയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് അക്ഷയ് സാറ് ഡിസ്കസ് ചെയ്യുന്നത്. നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യുക, തുടക്കം മുതൽ ഒടുക്കം വരെ എന്ത് ചെയ്യുക, കാണാം കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് അതിഭയങ്കരമായ രസത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ സെൽ ക്ലസ്റ്റേഴ്സ്, കോശജാലങ്ങൾ എന്ന ചാപ്റ്ററിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ടിഷ്യൂസ് എന്ന ഭാഗമാണ്. പ്ലാന്റ് ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ നമ്മൾ എന്താ പറയാ, സസ്യകലകൾ അല്ലെ. സസ്യകലകളാണ് കേട്ടോ. സസ്യകലകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സസ്യകലകളെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്. തുടങ്ങിയാലോ? തുടങ്ങാം അല്ലെ. ഓക്കെ. അപ്പൊ എല്ലാ മക്കളും ടെക്സ്റ്റ് ബുക്കിൽ കണ്ട അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ പഠിച്ചൊരു കാര്യമാണ് മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന ഭാഗം. മെരിസ്റ്റമിക കലകൾ എന്ന ഭാഗം മക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി ടെക്സ്റ്റ് ബുക്ക് കണ്ടിട്ടുണ്ടാവും. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അഥവാ മെരിസ്റ്റമിക കലകൾ എന്തിനാണ് സഹായിക്കുന്നത് എന്നറിയാമോ? എന്തിനാ സഹായിക്കുക? സസ്യങ്ങൾക്ക്, ചെടികൾക്ക്, അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു മരം അല്ലെങ്കിൽ ചെടി എടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ ചില ഭാഗങ്ങൾക്ക് മാത്രമേ വളർച്ചയുള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ചെടികളിലെ ചില ഭാഗങ്ങൾക്ക് മാത്രമേ എന്ത് സാധ്യമാവുന്നുള്ളൂ, വളർച്ച അഥവാ ഗ്രോത്ത് സാധ്യമാവുന്നുള്ളൂ. അപ്പൊ ചെടികളിൽ അല്ലെങ്കിൽ ഒരു സസ്യത്തിലെ എവിടെയൊക്കെയാണോ വളർച്ച സാധ്യമാവുന്നത്, എവിടെയൊക്കെയാണോ ഗ്രോത്ത് ഉള്ളത്, ആ ഗ്രോത്ത് ഉള്ള ഭാഗത്ത്, വളർച്ചയുള്ള ഭാഗത്ത് കാണുന്ന ടിഷ്യൂസിനെയാണ്, കലകളെയാണ് മെരിസ്റ്റമിക കലകൾ അഥവാ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ അല്ലെങ്കിൽ മെരിസ്റ്റമിക കലകളിൽ കാണപ്പെടുന്ന സെല്ലുകൾക്ക്, നമുക്കറിയാം കലകൾ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് സെല്ലുകൾ, കോശങ്ങൾ ഉണ്ടാവും അല്ലെ. ടിഷ്യൂസ് എന്ന് പറയുമ്പോൾ ഒരുപാട് സെല്ലുകൾ ഉണ്ടാവും ആണല്ലോ. അപ്പൊ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിൽ കാണപ്പെടുന്ന സെല്ലുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വിഭജിക്കാൻ, ഡിവൈഡ് ചെയ്യാൻ പറ്റിക്കൊണ്ടിരിക്കും. കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിനെ ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട് എവിടെ? മെരിസ്റ്റമാറ്റിക് ടിഷ്യൂവിലെ സെല്ലുകൾക്ക്. മെരിസ്റ്റമിക കലകളിലെ കോശങ്ങൾക്ക് തുടർച്ചയായ കോശ വിഭജനം ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് സാരം. ടെക്സ്റ്റ് ബുക്കിലുള്ള വിശേഷങ്ങൾ നമുക്കൊന്ന് നോക്കാം. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. എല്ലാവരും ഒന്ന് സാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ്, മെരിസ്റ്റമിക കലകൾ, മലയാളത്തിൽ മെരിസ്റ്റമിക കലകൾ എന്നാണ് വിളിക്കുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. മെരിസ്റ്റമാറ്റിക് സെൽസ് ആർ സ്പെസിഫിക് സെൽസ് seen at the tip of stem and the root in the plant. അതായത് ഒരു ചെടിയുടെ വേരിന്റെ അഗ്രഭാഗത്ത്, റൂട്ടിന്റെ അഗ്രഭാഗത്ത്, ഷൂട്ടിന്റെ അഗ്രഭാഗം, ഷൂട്ട് എന്ന് പറഞ്ഞാൽ മണ്ണിന് മുകളിൽ വളരുന്ന ഭാഗങ്ങളെ ഷൂട്ട് എന്ന് പറയാം. ഒരു ചെടിയുടെ മണ്ണിലാണല്ലോ ചെടി വളരുക. അപ്പൊ മണ്ണിന് താഴെയുള്ള ഭാഗങ്ങൾ റൂട്ട് സിസ്റ്റമാണ്, മണ്ണിന് മുകളിലുള്ള ഭാഗം ഷൂട്ട്. ഈ ബ്രാഞ്ചസ് ഒക്കെ വരുന്നില്ല, ശാഖകളിലും ഷൂട്ട് സിസ്റ്റമാണ്. അപ്പൊ ഷൂട്ടിന്റെ വളർച്ച ഒന്ന് ശ്രദ്ധിച്ചോ. സസ്യങ്ങളിലെ കാണ്ഡത്തിന്റെയും വേരിന്റെയും അഗ്രങ്ങളിൽ അല്ലെങ്കിൽ അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങളെയാണ് മെരിസ്റ്റമിക കോശങ്ങൾ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. മെരിസ്റ്റമിക കോശങ്ങൾ നമുക്ക് എവിടെ കാണാൻ പറ്റുക? റൂട്ടിന്റെയും സ്റ്റെമ്മിന്റെയും ടിപ്പില്, അപ്പെക്സില്, ടിപ്പില്. മനസ്സിലാവുന്നുണ്ടല്ലോ? വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന കലകൾ അല്ലെങ്കിൽ അവിടെയുള്ള സെല്ലുകൾ ഏതാ? മെരിസ്റ്റമാറ്റിക് സെല്ല്, മെരിസ്റ്റമാറ്റിക് കലകൾ, കോശങ്ങളായിരിക്കും. റെഡിയല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, മെരിസ്റ്റമാറ്റിക് കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? തുടർച്ചയായിട്ട് ഡിവൈഡ് ചെയ്യാൻ, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? വളർച്ചയുണ്ടാവും. അത് മക്കളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പൊ സെല്ല് ഡിവിഷൻ, കണ്ടിന്യൂസ് ആയ സെല്ല് ഡിവിഷൻ എന്ന് വെച്ചാൽ കോശ വിഭജനമാണ്. കോശ വിഭജനം, സെല്ല് ഡിവിഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും? വളർച്ച അഥവാ ഗ്രോത്ത് ഉണ്ടാവും. എന്തുണ്ടാവും? വളർച്ച, ഗ്രോത്ത് ഉണ്ടാവും. അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. ദേ അണ്ടർഗോ, ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം. ദേ അണ്ടർഗോ
റാപ്പിഡ് ഡിവിഷൻ. മെരിസ്റ്റമാറ്റിക് സെല്ലുകൾ പെട്ടെന്ന് എന്താവും, ദ്രുതഗതിയിൽ പെട്ടെന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ദിസ് റിസൾട്ട് ഇൻ ദി ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. അപ്പൊ സെല്ല് പെട്ടെന്ന് ഡിവൈഡ് ആയാൽ എന്തുണ്ടാവും, വളർച്ച ഉണ്ടാവും അല്ലെ. അപ്പൊ സെല്ല് ഡിവൈഡ് ചെയ്തുകൊണ്ടിരുന്നാൽ വളരും, നമ്മൾ വളർച്ച ഉണ്ടാവും. അപ്പൊ അതൊന്ന് നോക്കി വെക്കണേ. ഇവയുടെ ത്വരഗതിയിലുള്ള വിഭജനം സസ്യ വളർച്ചയ്ക്ക് കാരണമാകും. അപ്പൊ മനസ്സിലായി നമുക്ക്, സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് കാരണം മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് ആണ്, മെരിസ്റ്റമാറ്റിക് സെൽസ് ആണ്, മെരിസ്റ്റമിക കലകൾ. ആ മെരിസ്റ്റമിക കലകളിലുള്ള മെരിസ്റ്റമിക കോശങ്ങളാണ്, വിഭജിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്, ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോശങ്ങളാണ്. സെറ്റല്ലേ? സെറ്റാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കാം, ഒരു ഭാഗം കൂടി ഒന്ന് ശ്രദ്ധിക്കാം. മക്കൾക്ക് ഇവിടെ ഒരു ചെടി കാണാൻ പറ്റുന്നില്ലേ? ഉണ്ട്. അപ്പോൾ ആ ചെടിയുടെ റൂട്ട്, വേരാണ് താഴെയുള്ളത്. മണ്ണിന് താഴെയുള്ള ഭാഗം നമുക്കറിയാം റൂട്ട് സിസ്റ്റമാണ്. വേരാണ് മണ്ണിന് താഴെ വരിക. മുകളിലേക്കുള്ളത് ഷൂട്ടാണ്. താഴെ റൂട്ടും മുകളിലുള്ളത് ഷൂട്ടുമാണ്. അപ്പോൾ ഇവിടെ വേര്, ഈ ഇത്രയും ഭാഗം ഞാനിവിടെ സൂം ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്? വേരിന്റെ അറ്റത്തും കളർ മാറ്റി കൊടുക്കുന്നുണ്ട്. റൂട്ടിന്റെ ടിപ്പിലും സ്റ്റെമ്മിന്റെ ടിപ്പ്, അതായത് വേരിന്റെ അഗ്രഭാഗത്തും കാണ്ഡത്തിന്റെ അഗ്രഭാഗത്തും മെരിസ്റ്റമിക കോശങ്ങളുണ്ട്, മെരിസ്റ്റമാറ്റിക് സെല്ലുകളുണ്ട് എന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഇവിടെ വേരുകളെ ഞാൻ എടുക്കുകയാണ്. അപ്പൊ വേരുകളുടെ ഈ അറ്റത്ത് എന്തുണ്ടാവും? മെരിസ്റ്റമിക കോശങ്ങൾ, മെരിസ്റ്റമാറ്റിക് സെൽസ് ഉണ്ടാവും. അപ്പൊ ഈ മെരിസ്റ്റമാറ്റിക് സെല്ലുകൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? വിഭജിക്കാനുള്ള കഴിവുണ്ട്, ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇവര് വിഭജിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ഇവര് വിഭജിച്ച് വേരിന് എന്ത് കിട്ടും? വേരിന് വളർച്ച, ഗ്രോത്ത് ഉണ്ട്. വിഭജിച്ച് വളർച്ച ഉണ്ടാവുന്നു. അത് വേരിന്റെ അറ്റത്തുള്ള മെരിസ്റ്റമാറ്റിക് സെൽസ് ആണിത്, മെരിസ്റ്റമിക കോശങ്ങൾ. ഇത് വിഭജിച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടി? സസ്യങ്ങൾക്ക് എന്ത് കിട്ടി? വളർച്ച കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയാണ് സസ്യങ്ങളുടെ ഭാഗങ്ങൾ വളരുന്നത്, പ്ലാന്റിന്റെ പാർട്സ് വളരുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണ്? സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ മറ്റു പൂർണ്ണ വളർച്ചയെത്തിയ കോശങ്ങളുമായിട്ട് കമ്പയർ ചെയ്യണം. പൂർണ്ണ വളർച്ചയെത്തിയ മെച്വർ സെല്ലുമായിട്ട് മെരിസ്റ്റമാറ്റിക് സെല്ല്, മെരിസ്റ്റമിക കോശങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് ഇനി ചെയ്യുന്നത്. ഇതും പരീക്ഷയിൽ ചോദ്യമായി ചോദിക്കാറുണ്ട്. ഓക്കെ. ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പല രീതിയിലായിട്ട് പരീക്ഷകളിൽ പ്രത്യക്ഷപ്പെടുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് ഈ ഭാഗവും മക്കൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മെരിസ്റ്റമിക കോശത്തെയും പൂർണ്ണ വളർച്ചയെത്തിയ കോശത്തെയുമാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതിയാവും. മെരിസ്റ്റമാറ്റിക് കോശം നമ്മൾ എടുക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, വളരെ വലിയ ഒരു കോശമർമ്മം അഥവാ ന്യൂക്ലിയസ് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ടിപ്പുറത്ത് പൂർണ്ണ വളർച്ചയെത്തിയ മെച്വർ സെല്ലാണ്. അതിന്റെ ന്യൂക്ലിയസ് ഒരു വശത്തേക്ക് ചെറുതായി പോയി. കാരണം അതിന് വലിയൊരു ഫേനം ഉള്ളത് കൊണ്ടാണ്. വലിയൊരു ഫേനം, വാക്യൂൾ അതിനുണ്ട്. അതുണ്ടായത് കൊണ്ട് ന്യൂക്ലിയസ് ഒരു സൈഡിലേക്ക് മാറി, അത് ചെറുതാണ്, താരതമ്യേന ചെറുതാണ്. എന്നാൽ ഇവിടെ മെരിസ്റ്റമാറ്റിക് കോശത്തിന്റെ കേസിൽ ന്യൂക്ലിയസ് താരതമ്യേന വലിയ ന്യൂക്ലിയസ് ആണ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. വലിയ ന്യൂക്ലിയസ്, താരതമ്യേന വലിയ ഒരു ന്യൂക്ലിയസ്, വലിയ ഒരു മർമ്മമാണ് മെരിസ്റ്റമിക കോശത്തിൽ കാണാൻ പറ്റുന്നത്. ഓക്കെ. ഇനി മറ്റൊരു കാര്യം നോക്കിക്കോളൂ. ഇതിന്റെ ഭിത്തി, മെരിസ്റ്റമിക കോശത്തിന്റെ പ്രാഥമിക ഭിത്തി, പ്രൈമറി സെൽ വാൾ എന്നൊക്കെ പറയാം. അതെന്താണ്? പ്രൈമറി വാൾ എന്താണ്? തിന്നാണ്, കട്ടി കുറഞ്ഞ ഭിത്തിയാണ്. ഇതിന്റെ കോശഭിത്തി വളരെ കട്ടി കുറഞ്ഞതാണ്. മെരിസ്റ്റമിക കോശത്തിന്റെ കോശഭിത്തി എന്താണ്? കനം കുറഞ്ഞതാണ്. കനം കുറഞ്ഞ പ്രാഥമിക ഭിത്തിയാണ് കാണാൻ പറ്റുക. എന്നാൽ ഇപ്പുറത്തേക്ക് വരുമ്പോൾ പ്രാഥമിക ഭിത്തി കുറച്ച് കട്ടി കൂടിയതായിരിക്കും. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള സെക്കൻഡറി വാൾ, ദ്വിതീയ ഭിത്തിയും കട്ടി കൂടിയതായിരിക്കും. അപ്പൊ കാണുമ്പോൾ തന്നെ അറിയാം, കട്ടി കൂടിയ ഭിത്തി നമുക്കിവിടെ കാണാൻ പറ്റും. അതിപ്പോ പ്രൈമറി വാളായാലും സെക്കൻഡറി വാളായാലും കട്ടി കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സെറ്റല്ലേ? ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിന്റെ അളവാണ്. അതും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. നമ്മൾ മെരിസ്റ്റമിക കോശം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ മെരിസ്റ്റമിക കോശത്തിനകത്ത് നമുക്ക് ധാരാളം
സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യമുണ്ട് എന്ന് കണ്ടെത്താൻ പറ്റും. എന്നാൽ പൂർണ്ണ വളർച്ചയെത്തിയ മച്വർ സെല്ലിന്റെ കേസിൽ അവിടെ നമുക്ക് എന്ത് കാണാൻ പറ്റില്ല, കൂടിയ അളവിൽ സൈറ്റോപ്ലാസം കാണാൻ പറ്റില്ല. അപ്പൊ ഈ രീതിയിൽ വ്യത്യാസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു മാത്രം എന്ത് ചെയ്യുക, പരീക്ഷയിൽ പോകേണ്ടതാണ്. ഇത് ചോദിക്കാറുണ്ട് എന്ന് സാറ് പറഞ്ഞു. അടുത്തതായി മറ്റു സസ്യ കലകളെ, മറ്റു പ്ലാന്റ് ടിഷ്യൂസിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. റെഡിയല്ലേ? മറ്റു ചില സസ്യങ്ങളെ നമുക്ക്, അല്ലെങ്കിൽ മറ്റു ചില സസ്യ കലകളെ, പ്ലാന്റ് ടിഷ്യൂസിനെ നമുക്ക് പരിചയപ്പെടാം. അതിലാദ്യമായി നമ്മൾ പഠിക്കുന്നത് പാരൻകൈമ എന്ന് പറയുന്ന കലയെക്കുറിച്ച്. പാരൻകൈമാറ്റസ് ടിഷ്യൂ, പാരൻകൈമ പഠിച്ചു മാത്രം പോവാം. പാരൻകൈമ എന്ന് പറയുമ്പോൾ അത് എന്താണ് അതിന്റെ പ്രത്യേകത? വളരെ ലളിതമായ സിമ്പിൾ സ്ട്രക്ചർ ഉള്ള, സിംപ്ലസ്റ്റ് സ്ട്രക്ചർ എന്ന് വെച്ചാൽ ലഘു ഘടനയുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമായ കലയാണ് പാരൻകൈമ. അതാദ്യം മനസ്സിലാക്കാം. പാരൻകൈമാറ്റസ് ടിഷ്യൂ ഇസ് കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് ദ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. വളരെ ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നാണ് എന്തുണ്ടായിട്ടുള്ളത്, നമ്മുടെ പാരൻകൈമ ഉണ്ടായിട്ടുള്ളത്. പാരൻകൈമ എന്ന് പറയുന്ന ടിഷ്യൂ എന്ന് പറയുമ്പോൾ അതിൽ കോശങ്ങൾ, സെല്ലുകൾ ഉണ്ട്. അപ്പൊ ഇവിടെ പാരൻകൈമയിലുള്ള സെല്ലുകൾ, കോശങ്ങൾ എന്ന് പറയുന്നത് വളരെ ലളിതമായ ലഘുഘടനയുള്ള കോശങ്ങൾ കൊണ്ടാണ് നിർമ്മിതമായിട്ടുള്ളത്. സെൽസ് ആർ വെരി സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് പിടികിട്ടും. ഇതെവിടെ നോക്കാം, ഒരു സെല്ല് അടിയുണ്ട്, അടുത്ത സെല്ല്. ഭയങ്കര സിമ്പിളാണ്. കട്ടി കൂടിയ ഭിത്തിയൊന്നുമില്ല, വളരെ കട്ടി കുറഞ്ഞ, കനം കുറഞ്ഞ കോശഭിത്തിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുക. ക്ലിയർ അല്ലേ? ഇതെവിടെ കാണുന്നു എന്നത് നോക്കാം. സസ്യങ്ങളിലെ മൃദുവായ ഭാഗങ്ങളിൽ, സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുണ്ട്. ആ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ കാണുന്ന ടിഷ്യൂവിനെയാണ് പാരൻകൈമാറ്റസ് ടിഷ്യൂ എന്ന് പറയാം. സീൻ ഇൻ ദി സോഫ്റ്റ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. ഇത് ഓർത്ത് വെക്കാം. ഇനി ഇതിന്റെ ധർമ്മം പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കും. ഇപ്പൊ ധർമ്മം തന്നിട്ട് ഏത് കലയാണെന്നൊക്കെ ചോദിക്കാം, ഏത് ടിഷ്യൂ ആണ്, ഫംഗ്ഷൻ തരും, ഏത് ടിഷ്യൂ ആണെന്നൊക്കെ ചോദിക്കാം, തിരിച്ചും ചോദിക്കാം, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വെക്കാം. ഈ പാരൻകൈമ ഫോട്ടോസിന്തസിസിനും സ്റ്റോറേജ് ഓഫ് ഫുഡുമാണ് ഇതിന്റെ ധർമ്മം. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണമാണ്. അപ്പൊ പ്രകാശ സംശ്ലേഷണം അണ്ടർഗോ ചെയ്യാൻ, പ്രകാശ സംശ്ലേഷണം നടക്കാൻ സഹായിക്കുന്ന ഒരു കല കൂടിയാണ് പാരൻകൈമ. അങ്ങനെ ചില പാരൻകൈമക്ക് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പാരൻകൈമയില് ഹരിതകണം ഉൾപ്പെട്ടിട്ടുണ്ടാവും, ക്ലോറോപ്ലാസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പാരൻകൈമേനെ നമ്മൾ ക്ലോറൻകൈമ എന്ന് വിളിക്കാറുണ്ട്. ഒരു പുതിയ അറിവാണ്, നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചു വെക്കുക. ഇപ്പൊ പാരൻകൈമയില് ഈ ഫോട്ടോസിന്തസിസ് അണ്ടർഗോ ചെയ്യാൻ പറ്റുന്ന ആളുകളെ ക്ലോറൻകൈമ എന്ന് നമ്മൾ വിശേഷിപ്പിക്കും. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. അപ്പൊ പരീക്ഷയ്ക്ക് അത് ചോദിക്കൊന്നുമില്ല, പരീക്ഷയ്ക്ക് ഇത് മാത്രം പഠിക്കാം. എന്താ ധർമ്മം? പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന ജോലിയാണ് പാരൻകൈമക്ക് ഉള്ളത്. രണ്ടാമത്തത് കോളൻകൈമ എന്ന് പറയുന്ന കലയാണ്, ക്ലോറൻകൈമ എന്ന ടിഷ്യൂ. അപ്പൊ ക്ലോറൻകൈമയിലേക്ക് വരുമ്പോൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കോളൻകൈമയുടെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. കോശഭിത്തിയിൽ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഓരോ സെല്ലാ, കോശങ്ങളാണ്. 1, 2, 3, 4, 5 ഇതൊക്കെ കോശങ്ങളാണ്, ഓരോരോ സെല്ലുകളാണ്. അപ്പൊ ഇതിന്റെ കോശഭിത്തിയുടെ മൂലയിലെത്തുന്ന സമയത്ത് തിക്നെസ് കൂടും, കട്ടി കൂടും. മൂലയില് കട്ടി കൂടുതലായിരിക്കും. മൂലയിൽ കട്ടി കൂടുന്ന തരത്തിലുള്ള കോശങ്ങളാണ് കോളൻകൈമ. ക്ലിയർ ആവണേ? ഒന്നുകൂടി ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാല് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ശ്രദ്ധിക്കണേ. അപ്പോ ഇതൊരു കോശം, ഇതെടുത്ത കോശം, ഇതെടുത്ത കോശം, ഇതെടുത്ത കോശം, അടുത്ത കോശങ്ങളാണ്. ഇതൊക്കെ കോശങ്ങളാണെന്ന് വിചാരിക്കാം, കോശങ്ങളാണ്. അപ്പൊ കോശഭിത്തിയില് മൂല വരുന്ന സമയത്ത്, കോർണേഴ്സ് വരുന്ന സമയത്ത് അവിടെ തിക്നെസ് കൂടും, കട്ടി കൂടും കോർണേഴ്സിൽ. ഓക്കെ, ഇതാണ് പെട്ടെന്ന് നമുക്ക് കോളൻകൈമ മനസ്സിലാക്കാനുള്ള വഴി. ഇതാണ് ഈ കോർണേഴ്സ്, അതായത് ഈ പറഞ്ഞിരിക്കുന്ന മൂലയില് കട്ടി കൂടുന്ന അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതാണ് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി. കോളൻകൈമ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല വഴി ഇതാണ്. നമുക്ക് ആ ഒരു കോർണേഴ്സ്, ആ മൂലയിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കട്ടി കൂടിയ രീതിയിൽ ഭിത്തി കാണാൻ പറ്റും.
നമുക്ക് നോക്കാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഓൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾ. ഇപ്പൊ കോശഭിത്തിയുടെ മൂലയിൽ മാത്രം ഇത് കട്ടി കൂടിയായിട്ട് കാണാൻ പറ്റും. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ അങ്ങനെയുള്ള കോശങ്ങൾ ചേർന്നാണ് കോളൻ കൈമ ഉണ്ടാക്കിയത്. ധർമ്മം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ടതാണ്. സസ്യങ്ങൾക്ക് എന്ത് കൊടുക്കുക? വഴക്കവും താങ്ങും കൊടുക്കുക, ഫ്ലെക്സിബിലിറ്റി സപ്പോർട്ട് കൊടുക്കുക. പ്ലാന്റ് പാർട്ടിന് ഫ്ലെക്സിബിലിറ്റിയും സപ്പോർട്ടും കൊടുക്കുന്നത്, സസ്യഭാഗങ്ങൾക്ക് വഴക്കവും താങ്ങും നൽകുന്നത് കോളൻ കൈമ. ഉദാഹരണം, എൻ്റെ അടുത്തൊരു മാവുണ്ട് എന്ന് വിചാരിക്കാം. ഇവിടെ തൊട്ട് മുന്നിൽ ഒരു മാവുണ്ട്. ആ മാവിലൊരു മാങ്ങയുണ്ട്. കൈകൊണ്ട് ഞാനത് എത്തിപ്പിടിക്കാൻ നോക്കുമ്പോൾ എനിക്കത് കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അതിന്റെ ഒരു ഇല്ലി എൻ്റെ കയ്യിൽ കിട്ടി. ഞാനത് വലിക്കുന്നതായി ചിത്രീകരിക്കുന്നു. വലിച്ച് എനിക്ക് ആ മാങ്ങ കിട്ടി. മാങ്ങ പറിച്ചതിന് ശേഷം ഞാൻ റിലീസ് ചെയ്യുന്നു, തിരികെ പോകുന്നു. അപ്പൊ ആ മാവിന്റെ ആ ഫ്ലെക്സിബിലിറ്റി, ആ ഒരു വഴക്കത്തിന് കാരണം കോളൻ കൈമയാണ്. സെറ്റാണെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് ലാസ്റ്റ് ടൈപ്പാണ് സ്ക്ലീറൻ കൈമ. സ്ക്ലീറൻ കൈമ എന്ന കലകൾ, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കാര്യം ആദ്യം മനസ്സിലാക്കാം. സ്ക്ലീറൻ കൈമ ഡെഡ് ആണ്. നേരത്തെ പറഞ്ഞ പാരൻ കൈമ, കോളൻ കൈമ ലിവിങ് ആണ്, ജീവനുള്ളതാണ്. എന്നാൽ സ്ക്ലീറൻ കൈമ നിർജീവമാണെന്ന് ഓർത്തു വെക്കാം. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് ഓൾ ഓവർ സെൽ വൺ. അപ്പൊ ഇവിടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടിയുണ്ട്, കാണാൻ പറ്റും. എല്ലാ ഭാഗത്തും ഒരേപോലെ നല്ല കട്ടിയുണ്ട്. കോശഭിത്തിക്ക് നല്ല കട്ടിയുണ്ട്. അതാണ് ഒന്നാമത് പറയാനുള്ളത്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങളാണ്. അങ്ങനെയുള്ള കോശങ്ങൾ കൂടി ചേർന്നാണ് സ്ക്ലീറൻ കൈമ ഉണ്ടായിട്ടുള്ളത്. അടുത്ത പോയിന്റ്, പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് സപ്പോർട്ട് ടു പ്ലാന്റ് പാർട്ട്. സസ്യഭാഗങ്ങൾക്ക് എന്ത് കൊടുക്കുന്നു? താങ്ങും ബലവും കൊടുക്കുന്നു. നേരത്തെ ഫ്ലെക്സിബിലിറ്റി ആണ് കൊടുത്തത്, ഇവിടെ താങ്ങും ബലവുമാണ് കൊടുക്കുന്നത്. നേരത്തെ താങ്ങും വഴക്കവും കൊടുക്കുമ്പോൾ ഇവിടെ എന്താ കൊടുത്തത്? സ്ട്രെങ്ത്, ബലവും താങ്ങും ആണ് കൊടുക്കുന്നത്. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവുമാണ് കൊടുക്കുന്നത് സ്ക്ലീറൻ കൈമ. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് സാറ് ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഇനിയും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക? ആ സബ്സ്ക്രൈബ് ബട്ടൺ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് ഒരു ബെല്ലിന്റെ ഐക്കൺ കാണാൻ പറ്റും. ആ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലുള്ള ഉപകാരപ്രദമാവുന്ന വീഡിയോകളും ഷെഡ്യൂൾ ചെയ്യുന്ന ലൈവ് സെഷൻസും നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പൊ ചെയ്യാത്തവരെന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ മറക്കരുത്. തുടർന്ന് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.